മാവെല്ലാം പൂക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. സാധാരണയായിട്ട് നവംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് നമ്മുടെ ഈ മാവ് പൂക്കുന്നത്. ഈ ഒരു സമയത്താണ് നമ്മൾ മാവിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം പൂക്കളെല്ലാം നന്നായിട്ട് പിടിക്കുന്നതിനായിട്ടും പൂ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനായിട്ടും അതുപോലെ പൂക്കൾ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നില്ലെങ്കിൽ നന്നായിട്ട് പൂ പിടിപ്പിച്ചെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മാസങ്ങളിൽ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ കാര്യമായിട്ടുള്ള പൂക്കളൊന്നും പിടിച്ച് കിട്ടുന്നില്ലെങ്കിൽ മാവിൽ നല്ല രീതിയിൽ പൂ പിടിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു മാസം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ പൂങ്കുലകൾ ഉണ്ടാവുമ്പോൾ അത് കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് പൂക്കളൊന്നും കായ പിടിക്കാതെ കരിഞ്ഞുണങ്ങി പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള നല്ലൊരു പ്രതിവിധി കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു മാവാണെങ്കിൽ ഈ ഡിസംബർ മാസം അവസാനത്തോടു കൂടി തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൂക്കേണ്ട ഒരു സമയമാണ്. ഏകദേശം 8-9 മാസം പ്രായമായ ശിഖരങ്ങൾ നമ്മുടെ മാവിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മാവ് ഈ ഒരു സമയത്ത് പൂക്കുള്ളൂ. കാരണം ഈ ഒരു കൊമ്പിലായിരിക്കും പുതിയ പൂങ്കുലകൾ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 8 മാസമെങ്കിലും പ്രായമായിട്ടുള്ള ശിഖരങ്ങൾ നമ്മുടെ മാവിനുണ്ടാവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏപ്രിൽ മാസം നമ്മുടെ മാവിൻ്റെ കൊമ്പ് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തണമെന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ കൊമ്പ് കോതി കൊടുത്തതിന് ശേഷം നൈട്രജൻ വളങ്ങളും ഫോസ്ഫറസ് വളങ്ങളും ധാരാളമായിട്ട് നമ്മുടെ മാവിന് കൊടുക്കണം. ഇത് നമ്മുടെ മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നല്ല ആരോഗ്യമുള്ളൊരു മാവാണെങ്കിൽ മാത്രമേ ഈ ഒരു ഡിസംബർ അവസാനം ആവുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൂ പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഈ ഡിസംബർ മാസം അവസാനമായിട്ടും നമ്മുടെ മാവ് പൂത്തില്ലെങ്കിൽ നമുക്ക് ഈ മാവിന് നല്ല രീതിയിൽ പുകയിട്ട് കൊടുക്കണം. അതായത് ഈ മാവിന് നല്ല രീതിയിൽ ചൂട് കൊടുത്താൽ മാത്രമേ മാവ് പെട്ടെന്ന് പൂക്കുള്ളൂ. അപ്പം അതിനായിട്ടുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പുകയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പുകയിട്ട് കൊടുക്കുമ്പോൾ ഇലയുടെ മുകളിലേക്കെല്ലാം നന്നായിട്ട് പുക ചെല്ലുന്ന രീതിയിൽ വേണം നമ്മൾ പുകയിട്ട് കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ മാവിന് പുകയിട്ട് കൊടുക്കുമ്പോൾ ഈ മാവിലുള്ള കാർബൺ നൈട്രജൻ അനുപാതത്തിൽ വ്യത്യാസം വരികയും മാവ് പൂക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു മാസം നമ്മൾ നിർബന്ധമായിട്ടും പുകയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ മാവിന് പുകയിട്ട് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മുടെ വീടിന് ചുറ്റുമുള്ള കരിയിലകളൊക്കെ അടിച്ചുകൂട്ടി നല്ല രീതിയിൽ തന്നെ മാവിന് പുക കൊടുക്കുമായിരുന്നു. ഇത് മാവ് പെട്ടെന്ന് പൂക്കുന്നതിന് വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ പുകയിട്ട് കൊടുക്കുന്നത് വഴി ഈ മാവിലുള്ള കീടങ്ങളെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മൾ ഈ മാവ് നനച്ചു കൊടുക്കാനായിട്ടേ പാടില്ല. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ മാവിനൊരു സ്ട്രെസ്സ് കൊടുക്കണം, എങ്കിലേ മാവ് നന്നായിട്ട് തന്നെ പൂക്കുള്ളൂ. അപ്പം അതിനായിട്ട് ഈ ഒരു മാസം നമ്മൾ നനയ്ക്കാനേ പാടില്ല. മാവ് നന്നായിട്ട് പൂത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം. ദിവസവും 2 നേരം വെച്ചെങ്കിലും മാവ് നമ്മൾ നനച്ചു കൊടുത്തില്ലെങ്കിൽ ഈ ഉണ്ടായിരിക്കുന്ന പൂങ്കുലകളെല്ലാം തന്നെ കൊഴിഞ്ഞു പോകും. അതുപോലെ പൊട്ടാസ്യം എന്ന മൂലകമാണ് ഈ സമയത്ത് മാവ് പൂക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊട്ടാഷ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവിന് കൊടുക്കണം. ഇനിയിപ്പോൾ പൊട്ടാഷ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് കല്ലുപ്പ് ഉപയോഗിക്കാം. അപ്പോൾ കല്ലുപ്പ് കൊടുക്കുമ്പോൾ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് 1.5 മീറ്റർ അകലെയായിട്ട് ഒരു തടമെടുത്തതിന് ശേഷം ആ തടത്തിൽ വേണം കല്ലുപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബർ നവംബർ മാസം തൊട്ട് തന്നെ കായ പിടിക്കാനുള്ള വളങ്ങൾ നമ്മുടെ മാവിന് കൊടുത്തു തുടങ്ങണം. അപ്പോൾ ഈ കല്ലുപ്പും പൊട്ടാഷ് വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ മാവിന് പൂക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുതൽ കാണിക്കും. ഈ പൊട്ടാഷ് വളങ്ങളെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം 2 ആഴ്ച കഴിയുമ്പോൾ 250 ഗ്രാം ബോറാക്സ് ഉണക്കച്ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ തടത്തിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്കറിയാം, ഈ പൂങ്കുലയിലുള്ള എല്ലാ പൂക്കളും നമുക്ക് മാങ്ങയായിട്ട് കിട്ടാറില്ല. പക്ഷേ ഒരു മാങ്ങ പോലും പിടിക്കാതെ പൂങ്കുലകൾ കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഈ ഹോപ്പർ എന്നൊരു പ്രാണി, അതായത് നീരൂറ്റി കുടിക്കുന്ന പ്രാണിയുടെ ശല്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ പൂങ്കുലകൾ കരിഞ്ഞു പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കൈ എത്തുന്ന ഹൈറ്റിലൊക്കെ ഉള്ളൊരു മാവാണെങ്കിൽ നമുക്ക് വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം.
അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാവിന് പുകയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ശല്യമൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറക്കാനായിട്ട് സാധിക്കും. പിന്നെ പൂങ്കുല കരിഞ്ഞു പോകാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് ആന്ത്രാക്നോസ് എന്നൊരു കുമിളാണ്. ഇത്തരം കുമിള് ബാധിച്ച പൂങ്കുലകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അതിൽ കറുത്ത പുള്ളിക്കുത്തുകൾ പോലെ കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ മാവിൻ്റെ ഇലകളിലും ഇത്തരത്തിലുള്ള പുള്ളിക്കുത്തുകൾ കാണാനായിട്ടിടയുണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള കുമിൾ രോഗം ബാധിച്ച ഒരു മാവാണെങ്കിൽ ഇപ്പോൾ കണ്ണിമാങ്ങ ഉണ്ടായാൽ തന്നെ അതിലും ഇതുപോലുള്ള കറുത്ത കുത്തുകൾ വരികയും അങ്ങനെ മാങ്ങ പൊഴിഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് സൂഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബോർഡോ മിശ്രിതമോ വെറ്റബിൾ സൾഫറോ ഒക്കെ ഇതിന് വളരെ ഫലപ്രദമാണ്. പിന്നെ മാവ് പൂക്കാനായിട്ട് പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പൊട്ടാസ്യം നൈട്രേറ്റ്, കാൽസ്യം നൈട്രേറ്റ് പോലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാവിൽ പൂ പിടിപ്പിച്ചെടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. കാരണം വളരെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ മാവിൽ നമുക്ക് പൂ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. മാവ് പെട്ടെന്ന് പൂക്കുന്നതിനും കായ്ക്കുന്നതിനൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വളപ്രയോഗത്തെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വളപ്രയോഗവും അതിനോടൊപ്പം നമ്മൾ പറഞ്ഞ ഈ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മാവിൽ ഒത്തിരി പൂങ്കുലകൾ ഉണ്ടാവാനും ആ പൂങ്കുലകളിലെല്ലാം തന്നെ കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.